പേരിലും എ സി വെച്ചു, എല്ലാ പള്ളിയിലും എ സി വെച്ചു. ഉള്ള എയറോൾ അടച്ചു. എ സിയോട് സ്വിച്ച് ഇടൂല, എ സി സ്വിച്ച് ഇടൂല. ആകെ അവിടെ എയറോൾ ഉള്ളത് അടച്ചു. എ സിയുടെ പേര് പറഞ്ഞിട്ട് ഇതിന്റെ പേരാണ് സൗകര്യത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന അസൗകര്യം. ആ എ സി വെച്ചിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടാവില്ല, ജനലേലും തുറക്കായിരുന്നു. ജനൽ തുറക്കാൻ പാടില്ല, എ സി ഉണ്ട്. എയറോളും അടച്ചിട്ടുണ്ട്, എ സി ഉണ്ട്. എന്നാ എ സിയോട് സ്വിച്ച് ഇടോ? ആ കറണ്ട് ബില്ല് അടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ സാധനം അവിടെ വെക്കേണ്ട ആവശ്യമുണ്ടോ? അല്ല, എ സി വെച്ച കോമിന് എന്താ കറണ്ട് ബില്ല് അടക്കാനുള്ള കഴിവില്ലേ? ഉണ്ടല്ലോ, ഇല്ലായിട്ടല്ലല്ലോ. ഓരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ സ്വീപ്പാക്കിയാണ്ട് എല്ലായിടത്തും എന്നാലും കാണാ പള്ളിക്കത്തെ ബാത്റൂം പൂട്ടിയിട്ടിക്കണം. കണ്ടാ തോന്നും ലോക്കർ ഇതിന്റെ ഉള്ളിലാണ് എന്ന്. ഈ ബാത്റൂം അതിന്റെ ആവശ്യത്തിനല്ലേ പറ്റുള്ളൂ. അത് ആരേലും വന്നുകാണ്ട് വൃത്തികേടാക്കുന്നേ. ഈ കക്കൂസ് ശരിക്കും എന്തിനുള്ളതാ? അത് വൃത്തികേടാക്കാനുള്ളത് തന്നെയല്ലേ, പിന്നെ ഒന്ന് വെള്ളം പാരിയല്ലേ വേണ്ടത്. അത് അതിനുള്ളത് തന്നെ. ആരേലും വന്ന് ഉപയോഗിച്ചാലോ എന്ന്. പിന്നെ എന്തിനുള്ളതാണ് ആ സാധനം? ഉപയോഗിക്കാനുള്ളത് തന്നെയല്ലേ. നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് ഓരോ സംഗതി. ആരേലും വന്ന് ഉപയോഗിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പിന്നെ പുതിയ പള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരവിടെ മതിലും ഗേറ്റും ഒക്കെ വെക്കണ കാര്യം ഇങ്ങനെ ചർച്ച ചെയ്യണം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, മതിലുണ്ടായിക്കോളി. ഗേറ്റ് എന്താ ഉദ്ദേശം എന്ന് ചോദിച്ചു. അത് ഇങ്ങനെ പശുക്കുട്ടികളും നായ്ക്കളൊന്നും വരാതിരിക്കാനാണ് പറഞ്ഞു. എന്നാ അതിന് ഗേറ്റ് വേണ്ടതില്ല. അതിന് ഒരു വലിയ പൈപ്പിന്റെ ഉള്ളിൽ കൂടി ഒരു ചെറിയ പൈപ്പ് ഇട്ടുങ്ങാണ്ട് വെച്ചുകൊടുത്താല് ഒരു ചെറിയ ചാല് വീടാം. രണ്ട് ഭാഗത്തും പടുത്തിട്ട് ഒരു വലിയ പൈപ്പ് മേലെ ഒരു ചെറിയ പൈപ്പ് ഉള്ളിലിട്ടിട്ട് എങ്ങനെയാണ് വെച്ചാല് അതിമ്മ കൂടെ നായ്ക്കൊക്കെ കിടക്കാൻ പറ്റൂല. അതിമ്മ ചവിട്ടുമ്പോ പൈപ്പ് ഉരുള്ളൂ. അതുപോലെ ബാക്കിൽ തന്നെ പൈക്കോളും. നായും പൈക്കുട്ടികളൊന്നും കടക്കൂല, മനുഷ്യന്മാർക്ക് സുഖമായിട്ട് വരും ചെയ്യാം എന്ന് പറഞ്ഞു. അതല്ല, അതാരേലും വണ്ടി കൊടുന്നിട്ടാലോചിച്ചിട്ടാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ എന്താ നടക്കുക? ശരിക്കും പള്ളിന്റെ മുമ്പിലുള്ള പാർക്കിംഗ് വണ്ടി ഇടാനല്ലേ. എല്ലാ സൗകര്യങ്ങളും ഞമ്മക്കുണ്ട്, പള്ളിയിലും അങ്ങനെ സൗകര്യം വേണ്ടേ? അവിടെയൊക്കെ ചില ആൾക്കാർക്ക് തോന്നും, അതങ്ങനെ പള്ളിയിലൊന്നും അങ്ങനെ വണ്ടി ഇടാൻ പറ്റൂല. എന്താ പെട്ടാല് വരിക? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ എന്ന പേരിൽ. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പോണ്ട് അതിന്റെ വിഷയം മാറുന്നുണ്ട് പഠിച്ചോനെ. ഹൗദുംകാരൊക്കെ ചെന്നപ്പോണ്ട് വലിയ 2 ഗേറ്റ് ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഹൗദിന്റെ അടുക്ക് കയറണോടത്ത്. ഗ്രില്ല്, അതിൽ ഒരു ഗ്രില്ല് താഴെ കുറ്റിയിട്ടിട്ടുണ്ട്, മേലെ ഒരു കമ്പ്യൂണ്ട് കെട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഗേറ്റ്? ഇത് വെച്ചത് തുറക്കാനല്ലേ. വേറൊരു സ്ഥലത്ത് ബാത്റൂമിൽ ചെന്നപ്പോണ്ട് പകുതിയൊക്കെ കൂടി അലോക്കിന്റെ ഒരു കയർ ഇങ്ങനെയാണ് കെട്ടിയിട്ട്. പിന്നെന്തിനാണ് ആ സാധനം? ഇതൊക്കെ നമ്മളിപ്പോ സൗകര്യമായിട്ടാണ് ഉണ്ടാക്കിയത്. സൗകര്യം എന്ന പേരിൽ ഉണ്ടാക്കി തീർക്കുന്ന ധാരാളം അസൗകര്യങ്ങൾ. അപ്പൊ പറയാൻ കാരണം എന്താ വെച്ചാൽ പള്ളിയുടെ വൃത്തി തീരുമാനിക്കുന്നത് ബാത്റൂം നോക്കിയിട്ടാണ്, വീടിന്റെ വൃത്തി തീരുമാനിക്കുന്നത് പിന്നെ ബെഡ്റൂം നോക്കിയിട്ടാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ വൃത്തി തീരുമാനിക്കുക ഓരോ ചെരുപ്പുമ്മക്ക് നോക്കിയിട്ടാണ്. ഒരാളെ വൃത്തി തീരുമാനിക്കുന്നത് ഓന്റെ ചെരുപ്പ് എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ട്. ഇപ്പൊ ആരും നോക്കണ്ട, ഇവിടുന്ന് പോയിട്ട് നോക്കിയാൽ മതി. കാരണം എനിക്ക് ഇവിടുന്ന് ജീവനോട് കൂടെ പോണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അങ്ങോട്ട് നോക്കിയ എല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഒരു മഹലിന്റെ പുരോഗതി. 1, അവിടുത്തെ ഈമാന്റെ പുരോഗതി. 2, അവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതി. 3-മത്തത് നാട്ടുകാരുടെ അഭിമാനം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആ നാട്ടുകാരുടെ അഭിമാനം. ഇതിപ്പോ നമ്മൾ എല്ലാരും കൂടി ആയതുകൊണ്ട് പറയാൻ പറ്റിയതാട്ടോ. ഞാൻ ഇപ്പൊ ഒരു മഹലിൽ ചെന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് പറയാൻ പറ്റൂല. അങ്ങനെ ഉണ്ടല്ലോ, പല വിഷയം അങ്ങനെയാണ്. അതുപോലെ അഭിമാനത്തിന് ശതം വരുത്തലാവും, അപ്പൊ ഭയങ്കര പ്രശ്നമാവും. ആ സമയത്ത് ഇപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയപ്പോ എവിടെ ഉള്ളതെന്ന് ഇപ്പൊ എനിക്കറിയില്ലല്ലോ, അതുകൊണ്ട് പറയാം. അങ്ങനെയാണ് ചില കാര്യങ്ങൾ. അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായും സാമൂഹികമായും അഭിമാനത്തിന് വലിയ പ്രാധാന്യം നൽകണം. അപ്പൊ സ്വഭാവം അതിൽപ്പെടും, ബുദ്ധി അതിൽപ്പെടും. ഇനിയുള്ളത് 4-മത്തെ കാര്യം, ധനത്തിന്റെ സംരക്ഷണവും ഏർപ്പെടുത്തേണ്ടവർ നമ്മൾ തന്നെയാണ്. ഈ മുതലിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാല് മുതൽ സംരക്ഷിക്കപ്പെടാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി എന്നാണ്. ഇത് നമ്മൾ വ്യക്തിപരമായും മനസ്സിലാക്കണം, സാമൂഹികമായും മനസ്സിലാക്കണം. സമ്പത്ത് സംരക്ഷിക്കപ്പെടാൻ ആകെ ഒരു കാര്യം ചെയ്താൽ മതി, ദാനം ശീലമാക്കിയാൽ ധനം സംരക്ഷിക്കപ്പെടും. സ്വതക്ക കൊടുക്കുന്ന ആളുകൾ ഒരു നാട്ടിലുണ്ടോ? എല്ലാ പെരയും വലിയ പെരയിക്കാരം. കേരളത്തിലെ മിക്കവാറും മഹല്ലിക്ക് പ്രസംഗിക്കാൻ പോണ ഒരാള് എന്നുള്ളതിൽ ഞാൻ അനുഭവം കൂടി വെച്ച് പറയാം. സ്വതക്ക ദാനം ശീലമാക്കിയാൽ 7 തലമുറ അനുഭവിക്കുന്നതാണത്. മൂസ നബി അലൈഹി ഇസ്ലാമോ ഖിദർ നബി അലൈഹി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോ ഖിദർ നബി മതില് നന്നാക്കി കൊടുത്തു.
അപ്പൊ മൂസാ നബി ചോദിച്ചു, എന്തിനാ വേണ്ടാത്ത പണിക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, വേണ്ടാത്ത പണിയൊന്നുമില്ല, ഇത് അങ്ങാടിയിൽ താമസിക്കുന്ന യതീം കുട്ടികളുടെ മതിലാണ്, അതിന്റെ താഴെ അവരുടെ ധനമുണ്ട്, അതിന് സംരക്ഷണമാവാനാണ് ഞാൻ ചെയ്തത്. വക്കാന അബൂഹുമാ സ്വാലിഹ, ഓല വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞോടുത്ത് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. ആ വക്കാന അബൂഹുമ എന്ന് പറഞ്ഞ വാപ്പ ഈ കുട്ടികളെ നേരെ വാപ്പല്ല, ഏഴാമത്തെ വല്ലിപ്പയാണ്. അദ്ദേഹം ദാനശീലനായ ഒരു മനുഷ്യനായിരുന്നു എന്നതാണ് കാരണം. ഒരാൾക്ക് ദാനം ശീലമായാൽ അയാളുടെ 7 തലമുറയിൽ മുതൽ സംരക്ഷിക്കപ്പെടുമെന്നാണ്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിക്ക് പിരിവ് വേണം. ഇടക്കൊക്കെ ഓരോ വെള്ളിയാഴ്ച ഒഴിവായിക്കാം കേട്ടോ, അല്ല എന്നാലും മിക്കവാറും വെള്ളിയാഴ്ചയൊക്കെ വേണം. ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, തരുന്നവൻ തന്നുകൊണ്ടിരിക്കും, ഓനുണ്ടായിക്കൊണ്ടിരിക്കും. തരാത്തവൻ ഇവിടെ എന്ന് നോക്കിയാലും പിരിവന്നേന്ന് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. എല്ലാ വെള്ളിയാഴ്ചയും പോക്കറ്റിൽ പേഴ്സ് മറന്നിട്ട് വരും, ആഴ്ചയും തരൂല, പറിച്ചില്ലോ. തരുന്നവൻ പറയാനൊന്നും നിൽക്കൂല, ഓൻ തന്നുകൊണ്ടിരിക്കും. 7 തലമുറ അതിന്റെ ഗുണം അനുഭവിക്കും. ഒരാൾക്ക് ദാനശീലമുണ്ടെങ്കിൽ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിലെ ഏറ്റവും സദഖ കൊടുത്തിരുന്ന ആളാണോ, ദാനം കൊടുത്തിരുന്ന ആളാ. മദീനത്തെ പള്ളിയിൽ നബി തങ്ങൾ വയൽ തരാൻ വേണ്ടി എഴുന്നേറ്റു, 100 ഒട്ടകവും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാം. വയൽ പിന്നെയും പറഞ്ഞു, രണ്ടാമത് നീച്ചു, 100 ഒട്ടകവും അവകൾ ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാം. പ്രഖ്യാപനം കേട്ടാൽ നമുക്ക് തോന്നും പുതിയ ഹൈവേ വരുന്നതിന്റെ വക്കത്ത് മൂപ്പർക്ക് തോന സ്ഥലം ഉണ്ടായിട്ട് കൊടുത്തയക്കാരെന്ന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് കയ്യും വീശിങ്ങാണ്ട് വന്ന മുഹാജിറാണ്, അൻസാരിയല്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൻസാരിയല്ല, മുഹാജിറ. പിന്നെന്തേ കൊടുക്കാണ്ടായത്? മൂപ്പര വാപ്പ അഫ്ഫാൻ ധർമ്മിഷ്ഠനായിരുന്നു എന്നതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുക്കാണ്ടായതിന്റെ കാരണം. അതുകൊണ്ട് മഹല്ലത്തുകാരുടെ ധനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ദാനം ശീലമാക്കി കൊടുത്തോളി, ആ നാട്ടുകാരുടെ മുതലിന് സംരക്ഷണം ഉണ്ടാവും. ഈ 4 പ്രധാനപ്പെട്ട സംരക്ഷണങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഈമാൻ സംരക്ഷിക്കപ്പെടുന്നതിന് ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തൽ നടക്കണം. അതിന് ഒരു സ്ഥിരമായ ഖുർആൻ ക്ലാസ്, അത് മജ്‌ലിസ് നൂറിന്റെ കൂടെ ആണെങ്കിലും ശരി. അതിന് പറ്റുമെങ്കിൽ ഒരു സമിതിയും, അതിനൊരു സാംസ്കാരിക സമിതി എന്ന് പേരിടാം, അല്ലെങ്കിൽ SYSനെ ആ ചുമതല ഏൽപ്പിക്കാം. രണ്ടാമത്തേത്, മഹല്ലത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനം സജീവമായി നടക്കണം. അതിന് പുതിയ വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ, മുതഅല്ലിമീങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസത്തിലുള്ള ആളുകൾ, അവരുടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട്, ഭൗതികം പഠിപ്പിക്കാനല്ലോ ഞാൻ ഉദ്ദേശിച്ചത്, അത് വേണം, തൊഴിലൊക്കെ ഉണ്ടായി കൊടുക്കണം. ഭൗതിക വിദ്യാർത്ഥികൾക്ക് മതം പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഓല ഒഴിവിനനുസരിച്ച് ക്രിസ്മസ് വെക്കേഷനില്, ഓണം വെക്കേഷനില് ഒരു 3 ദിവസത്തെ പരിപാടി, ഒരു 2 ദിവസത്തെ പരിപാടി, ഇടക്കിടക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കിട്ടിയാൽ മതി, എന്നാൽ തന്നെ ആളുഷാറോ. അത് കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസ സമിതി നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിക്കണം. SKSFനെ ഏൽപ്പിക്കാൻ പറ്റും. SKSFന്റെ ട്രെൻഡ് എന്ന സംവിധാനം ഉണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നൊന്ന്, ദാനം ശീലമാക്കുന്നതിന് ഒരു റിലീഫ് സമിതി നമ്മുടെ മഹല്ലത്തിൽ പ്രവർത്തിക്കണം. സഹചാരി പറ്റും, മുസാഅദ പറ്റും, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംവിധാനം. ഞാൻ അതൊന്നും അല്ലെങ്കിൽ നമ്മളായിട്ട് മഹല്ലത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് സ്ഥിരമായ റിലീഫ് നടക്കുന്ന ഒരു സംവിധാനം നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടാക്കണം. എപ്പോഴും ആളുകളുടെ സ്വഭാവം, അവരുടെ അഭിമാനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കണം. ആ അഭിമാനവും സ്വഭാവവും ബുദ്ധിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് സ്ഥിരമായ നിരീക്ഷണം ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ബുദ്ധി, അഭിമാനം തുടങ്ങിയ കാര്യങ്ങൾ കളയുന്നത് ഒരേ ഒരു ചെയ്ത്താനാണ്. ആ ചെയ്ത്താന്റെ പേര് ലഹരിയുടെ ഉപയോഗം എന്നാണ്. ഒറ്റ ചെയ്ത്താനാണ് ഇത് മൊത്തം കളയാ. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം കടന്നു വരാതെ മഹല്ലത്തിനെ ജാഗ്രതയോടുകൂടെ നോക്കി, വരുന്നുണ്ടെങ്കിൽ വഴിയടച്ച് എല്ലാ നിലയിലും സംരക്ഷിച്ച്. ഇതൊക്കെ ഞാൻ അങ്ങനെ പറയുമ്പോ ചിലപ്പം തോന്നും, അതിപ്പോ ഞാൻ ഒറ്റക്കാണ് നോക്കിയിട്ട് ഇപ്പൊ എന്താ കാര്യം, അനക്ക് ഒറ്റക്കാണ് നോക്കി എന്ത് ചെയ്യുമ്പോ വരിക? എല്ലാരും കൂടി നേരായിട്ടൊന്നും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റൂല. ഒറ്റാളെ ഇത് കേട്ടോള്ളൂ വെച്ചാൽ ആ ഒരാള് പരിശ്രമിക്കാം. ഒരാള് തന്നെ നന്മക്ക് പരിശ്രമിച്ചാൽ അതിന് വലിയ റിസൾട്ട് ഉണ്ടാവും. ഇലാഹിയായ പ്രവർത്തനം എന്ന് പറഞ്ഞത് വലിയ തൗഫീഖുള്ളതാണ്. ഖുദ്സിയായ ഹദീസിലുണ്ടല്ലോ, എന്റെ അടിമ എന്നിലേക്ക് ഒരു ചാണടുക്കുമ്പോ ഞാൻ അവനിലേക്ക് ഒരു മുഴം അടുക്കും. എന്റെ അടിമ എന്നിലേക്ക് ഒരു മുഴം അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കും. എന്റെ അടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും.
ഇലാഹിയായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ തൗഫീഖുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മളെ കണ്ട് ഇറങ്ങിയാൽ മതി, നടത്തി തരുന്നത് പടച്ച റബ്ബാണ്. നന്നായിട്ട് ദ്വാരന്നിട്ട് മഹലിന്റെ സർവ്വതോന്മുഖമായ പുരോഗതികൾക്ക് വേണ്ടി എല്ലാവരും ജാഗ്രതയോടുകൂടെ നിലകൊള്ളുക. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നമ്മുടെ ഇസ്സത്തിന്റെ പ്രസ്ഥാനമാണ്. അതിനെ ശക്തിപ്പെടുത്തണം. എല്ലാ മഹല്ലുകളിലും സമസ്തക്ക് ശക്തി ഉണ്ടാവണം. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ, അഭിപ്രായങ്ങളെ സംരക്ഷിക്കുന്നതിൽ എല്ലാ പരിശ്രമവും നടത്തുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. ഇതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടായിരുന്ന 1920കളിലാണ് സമസ്ത ഉണ്ടായത്. പ്രതിസന്ധി ഉണ്ട്, പ്രയാസമുണ്ട്, മറ്റേ വാള് തലന്റെ മേലെ ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഈമാൻ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അതുകൊണ്ട് ആളുകളുടെ ഈമാൻ സംരക്ഷിക്കുന്നതിന് സമസ്തയുടെ പ്രവർത്തനങ്ങൾ എല്ലാ മഹല്ലത്തിലും ശക്തിപ്പെടുത്തണമെന്ന് എല്ലാവരോടും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ